അത് നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലക്കുടി താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഉള്ളൊരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. ഈ ശ്രുതിയുമായിട്ടുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണം. കാരണം ശ്രുതിക്ക് മെസ്സേജ് അയക്കുന്നു, ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ ശ്രുതിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അവര് വിവാഹബന്ധം ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്ക് ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി. മനസ്സിലായോ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കൊല്ലം സുധിയുടെ ഓർമ്മ ദിവസം പങ്കുവെച്ച വീഡിയോക്ക് താഴെ മലയാളികളുടെ തെറിയ അഭിഷേകമാണ്. ആ വീഡിയോക്ക് താഴെ ഒന്നടങ്കം കാണാൻ വേണ്ടി സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് രേണു സുധി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ മരണ ദിവസം അച്ഛൻ്റെ ഓർമ്മ മനസ്സിലൊതുക്കി വിതുമ്പിക്കരയുന്ന മകൻ്റെ മുന്നിൽ വെച്ച അലൻസ് കെ പെരേര എന്ന് പറയുന്ന വൃത്തികെട്ടവനും ഈ രേണു സുധിയും കാട്ടിക്കുട്ടിയ പേക്കൂത്തുകളുടെ ഒരു കുത്തയിഞ്ഞ ഒരു ഡാൻസും പാട്ടുമെല്ലാം ആ മരിച്ച ഓർമ്മ പുതുക്കുന്ന വീട്ടിൽ നടത്തപ്പെടുകയുണ്ടായി. അതിനെതിരെയാണ് മലയാളികൾ പ്രതികരിച്ചത്. തീർച്ചയായും ഒരു പ്രേക്ഷകനെയും ഈ ഒരു കാര്യത്തിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രക്കും മലയാളികളുടെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി തന്നെയായിരുന്നു നിങ്ങൾ ആ വീട്ടിൽ കാട്ടിക്കുട്ടിയത്. അതിനെതിരെ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് രേണുക സുധി. നമുക്ക് ആദ്യമായി പ്രതികരണം ഒന്ന് കേൾക്കാം. എന്റെ സുചേട്ടന്റെ ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ട് ഞാൻ അഭിനയിക്കുവാണ്, എന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറമാനെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അഭിനയിക്ക് ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ? നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണു സുധി. മനസ്സിലായോ? അപ്പോൾ കമന്റിൽ എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ വരുന്നില്ല എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവൾ ഒരു രേണുക സുധി ചോദിക്കുകയാണ്, തൻ്റെ ഭർത്താവിൻ്റെ കല്ലറയിൽ താൻ എന്തിനാണ് അഭിനയിക്കുന്നത് എന്ന് രേണുക സുധി പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ കരഞ്ഞാൽ നിങ്ങൾ പറയും അത് ഗ്ലിസറിൻ ഇട്ടിട്ടാണ് കരയുന്നത് എന്ന് പറയും, കരഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയും അത് അഭിനയമാണെന്ന് പറയും എന്നൊക്കെയാണ് രേണുക സുധി പറയുന്നത്. അതുപോലെ തന്നെ എൻ്റെ പേഴ്സണൽ കാര്യം ഞാൻ എന്തിനാണ് നിങ്ങളോട് ബോധിപ്പിക്കുന്നത് എന്നും രേണുക സുധി ചോദിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് കമൻ്റ് ഇട്ടതുകൊണ്ടും അതുപോലെ തന്നെ കുറച്ച് നെഗറ്റീവ് റിയാക്ഷൻ വീഡിയോ ചെയ്തത് കൊണ്ടും എന്നെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് രേണുക സുധി പറയുന്നത്. ഇത് തന്നെയാണ് രേണുക സുധിയുടെ ഒറിജിനൽ സ്വഭാവം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. രേണുക സുധിക്ക് ഇതൊന്നും ഒരു ചുക്കുമല്ല. തീർച്ചയായിട്ടും ആ വീട്ടിൽ നിങ്ങൾ കാണിച്ച് കൂട്ടിയ ആ ഒരു ദിവസത്തെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ആ വീട്ടിൻ്റെ മുന്നിൽ നിങ്ങൾ ഡാൻസ് കളിച്ചതൊക്കെ അറിയാതെ അങ്ങ് പറ്റിപ്പോയതാണെന്ന് മനസ്സിലാക്കാൻ മലയാളികൾ അത്രമാത്രം വിഡ്ഢികളൊന്നുമല്ല. അത് രേണുക സുധി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. നിങ്ങൾ കൽപ്പിച്ചു കൂട്ടി നിങ്ങൾ പ്ലാൻ ചെയ്ത് അവിടെ വന്ന് കളിച്ചതാണ് എന്നും അവരെ കൊണ്ട് നിങ്ങൾ കളിപ്പിച്ചതാണ് എന്നും ഇങ്ങനെ ഒരു നെഗറ്റീവ് റീച്ച് കൊണ്ടാണ് നിങ്ങളിത് പിടിച്ചു നിൽക്കുന്നത് എന്ന് മലയാളത്തിൽ എല്ലാവർക്കും നല്ലപോലെ അറിയാം. അതിൻ്റെ ഒരു ഗുണം തന്നെയാണ് ആ റീൽസിൻ്റെ ചോട്ടിൽ കാണുന്ന കമൻറ്റുകൾ. നിങ്ങൾ അതിൽ വെറി പിടിച്ചത് കൊണ്ട് യാതൊരു കാര്യമില്ല. നിങ്ങളെ പേഴ്സണൽ കാര്യം വന്ന് ചോദിക്കാൻ ഞങ്ങളാരും നിങ്ങളെ വീട്ടിലേക്കോ ആ മരിച്ച വീട്ടിലേക്കോ ഓർമ്മ പുതുക്കുന്ന വീട്ടിലേക്കോ വന്നിട്ടില്ല. ഈ വീഡിയോ എല്ലാം തന്നെ പങ്കുവച്ചത് നിങ്ങൾ അവിടെ നിന്ന് ആളുകളെ വിളിച്ചു കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യിപ്പിച്ച് റീച്ചിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ പോസ്റ്റിനെ എടുത്തുകൊണ്ടാണ് ആൾക്കാർ റിയാക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും തെറ്റുകൾ ചെയ്യുമ്പോൾ നെഗറ്റീവ് റിവ്യൂ തന്നെയാണ് ഉണ്ടാവുക, അല്ലാതെ അതിനെ ആരും പോസിറ്റീവായിട്ട് കാണുകയില്ല എന്നാണ് നമുക്ക് രേണുക സുധിയോട് പറയാനുള്ളത്. ബാക്കി പറ. എനിക്ക് സങ്കടമില്ല സൂചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ് കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ? എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കിത് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന്. കല്ലറയിലെ ചടങ്ങും അതുപോലെ തന്നെ വീട്ടിലെ ചടങ്ങും കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഓർമ്മ പുതുക്കുന്ന ദിവസം പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും തന്നെ ഇല്ല, പിന്നെ അപ്പം തിന്ന് പിരിയുകയാണ് എന്നാണ് രേണുക സുധി പറയുന്നത്. പിന്നെ എനിക്കെന്താ ചിരിച്ചൂടെ, എനിക്കെന്താ ചിരിക്കാൻ വിലക്കുണ്ടോ എന്ന് രേണുക സുധി മലയാളി പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇത് കാണേണ്ടത്. നിങ്ങൾക്ക് ചിരിക്കാൻ വിലക്കുണ്ട് എന്നും നിങ്ങൾ ചിരിക്കരുത് എന്നൊന്നും ഇവിടെ ആരും തന്നെ പറഞ്ഞിട്ടില്ല.
നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറ്റത്തരം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു മോശത്തരം തീർച്ചയായിട്ടും ഒരാളും അനുകരിക്കാൻ പാടില്ലാത്ത ഒരു പരിപാടി നിങ്ങളെ വീട്ടിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അനിവാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ആ പെരേര എന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ മുന്നിൽ നിന്ന് ഡാൻസ് കളിച്ചപ്പോൾ നിങ്ങൾ 2 കൈയും കൊട്ടി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ മലയാളി സമൂഹം ഒന്നടങ്കം കണ്ടതാണ്. ശരിക്കും ഒരു ആൺകുട്ടിയായിരുന്ന കിച്ചു എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ ഇറങ്ങിയിട്ട് അവൻ്റെ ചെകിട്ടക്കുറ്റി അടിച്ച് പൊട്ടിച്ചിരുന്നു എങ്കിൽ എന്തായിരിക്കും ഈ നിങ്ങളുടെ അവസ്ഥ ഇനി നാട്ടിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിലും നിങ്ങൾ നോക്കണം. ആ കുട്ടി നിങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ അച്ഛൻ്റെ ഓർമ്മ ദിനത്തിൽ വിതുമ്പിക്കരയുന്ന കണ്ണുനീരിന് മുന്നിൽ യാതൊരു വിലയും അർപ്പിക്കാതെ നിങ്ങൾ കാണിച്ച പേക്കൂത്ത് മലയാളി സമൂഹം ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ പറഞ്ഞു കൊല്ലം സുധി 2 കല്യാണം കഴിച്ചതെന്നല്ലാതെ എൻ്റെ ഫസ്റ്റ് മാരേജാണ്, ആദ്യമായിട്ട് കൊല്ലം സുധിയാണ് എന്നെ താലി കെട്ടുന്നത് എന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ വലിയ വീമ്പവാദം നിങ്ങൾ മുഴക്കിയിരുന്നു. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ അത് തെറ്റാണ് എന്ന് അക്കമിട്ടുകൊണ്ട് നിങ്ങളെ പഴയ കല്യാണം കഴിച്ച ആ ബിനു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അയൽവാസി ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ വീഡിയോ കാണാം. ഞാൻ ഉദ്ദേശിക്കുന്നത് രേണു സുധിയുടെ ഫസ്റ്റ് മാരേജിനെ കുറിച്ചാണ്. അത് നമുക്ക് കോട്ടയംകാർക്ക് അല്ലെങ്കിൽ ഞാലക്കുടി താമസിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവിടെ ഉള്ളൊരു ബിനു എന്ന് പറയുന്ന ഒരാളുമായിട്ട് കല്യാണം കഴിഞ്ഞു എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് ഇവർ ഒന്നിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പം പാസ്റ്ററായിട്ട് എന്തോ ജോലി ചെയ്യും. അതും അത് ഞാലക്കുടി കോട്ടയം അല്ല അവിടെ ഉള്ളവർക്കെല്ലാം സുപരിചിതമായൊരു കാര്യമാണ്. പിന്നീട് രേണുവിൻ്റെ എയർ ഹോസ്റ്റസ് എൻ്റെ പഠനത്തിൻ്റെ സമയത്തായിരുന്നു. അത് കഴിഞ്ഞാൽ തോന്നുന്നു മാരേജ് സംഭവം. അത് കഴിഞ്ഞ് ഈ സുധിയുമായിട്ടുള്ള ബന്ധമാണ് ഈ തകർച്ചയ്ക്ക് ഉണ്ടായ കാരണം സുധിക്ക് മെസ്സേജ് അയക്കുന്നു. ഒരു ഭാര്യയായിട്ടിരിക്കുമ്പോൾ തന്നെ സുധിക്ക് മെസ്സേജ് അയക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് അവർ വിവാഹബന്ധം വേർപെടുത്താനും അല്ലെങ്കിൽ അത് ഒരു ബന്ധക്കോസ് രീതിയിലുള്ള ഒരു വിവാഹമായതുകൊണ്ടും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആ സമയങ്ങളിലൊക്കെ ഈ പഞ്ചായത്തിൽ പോയി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ ലീഗലി രജിസ്റ്റർ ചെയ്തു അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികൾ അന്ന് വളരെ ചുരുക്കമായിരുന്നു. മാരേജ് അല്ലെങ്കിൽ പള്ളി അല്ലെങ്കിൽ പള്ളിയുടെ രജിസ്റ്ററിൽ ബന്ധക്കോസ് രീതി എന്ന് പറഞ്ഞാൽ അവരുടെ പള്ളിയുടെ രജിസ്റ്ററിലൊക്കെ ചെയ്ത് എടുക്കുക. ഇപ്പോഴാണ് അത് ഗവൺമെന്റിലൂടെ അപ്രൂവൽ ആകാൻ. അപ്പോൾ അയൽവാസി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. ബന്ധക്കോസ് രീതിയിലുള്ള കല്യാണമാണ് ആദ്യമായിട്ട് നമ്മുടെ രേണുക സുധിയുടെ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ആ ധൈര്യത്തിലാണ് രേണു സുധി പറയുന്നത് ഞാൻ ആദ്യമായി താലി കെട്ടിയത് സുധിച്ചേട്ടനെയാണ് എന്നാണ്. അത് സത്യമാണ്. സുധിച്ചേട്ടനെ തന്നെയാണ് ആദ്യമായിട്ട് താലി കെട്ടിയത്. ബന്ധക്കോസ് രീതിയിലുള്ള കല്യാണത്തിൽ താലികെട്ട് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. അത് അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത്. ഈ ബിനു എന്ന് പറയുന്ന അവരെ ബന്ധക്കോസ് രീതിയിൽ അവരുടെ പള്ളിയിൽ വെച്ച് കല്യാണം കഴിക്കുകയും അതുപോലെ തന്നെ അവരൊന്നിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ആ സന്ദർഭത്തിൽ തന്നെയാണ് ഈ സുധിച്ചേട്ടനുമായിട്ടുള്ള അഫെയർ രേണുക സുധി മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് 2 കുടുംബങ്ങളുടെ ജീവിതമാണ് ഇല്ലാണ്ടായത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് സുധിച്ചേട്ടൻ്റെ 2ാമത്തെ വൈഫുമായിട്ടുള്ള ജീവിതം, അതുപോലെ തന്നെ ഈ ബിനു എന്ന് പറയുന്ന ഈ രേണുവുമായിട്ടുള്ള ജീവിതം. ഈ 2ഉം അലമ്പായതിനു ശേഷം അവസാനം ഈ രേണുവിനെ സുധിച്ചേട്ടൻ ഒപ്പരം കൂട്ടുകയായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇതെല്ലാം മറച്ചു വെക്കുന്നത്, എന്തിനാണ് ഈ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ച് മലയാളി സമൂഹത്തോട് കള്ളത്തരം പറയുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമ്മളല്ല, ആ അയൽവാസിയെ അദ്ദേഹം പറയുന്നത്. കോട്ടയത്തുള്ള ഞാലിയങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള എല്ലാവർക്കും ഈ കാര്യം പുതുമയുള്ള ഒരു കാര്യമല്ല, ഇതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അയൽവാസി പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് വന്ന് പറയുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടി കേൾക്കാം. കൈ പിടിച്ചിങ്ങനെ കൊടുക്കുന്നു, പിന്നെ അവരുടെ പള്ളികളുടെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. ആ രജിസ്റ്റർ അവരുടെ പള്ളിയിലേക്ക് അന്വേഷിച്ചാൽ, അവിടുത്തെ ബന്ധക്കോസ് പള്ളിയിൽ അന്വേഷിച്ചാൽ കറക്റ്റ് കാര്യങ്ങൾ അറിയാൻ പറ്റും. കൂടുതൽ രേണു സുധി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതേപ്പറ്റി. നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇത് എല്ലാം കള്ളത്തരമാണ്. ഈ ജനങ്ങൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ രേണു സുധിയെ കുറ്റപ്പെടുത്തുന്നല്ല, ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ള സത്യമാണ്. പിന്നെന്തിനാണ് ഈ മറ്റുള്ളവരെ ദേഷ്യപ്പെടുത്തുന്ന രീതി? പിന്നെ അങ്ങനെയില്ല ഞാൻ പവിത്രയാണ്, ഞാൻ വളരെ പരിപാവനമാണെന്നൊക്കെ ഈ പറയുന്നത്. അതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. ഇവര് കാരണമാണ് ഈ കുടുംബങ്ങൾ 2 തകർന്നത്. ആ ബിനു എന്ന് പറയുന്ന അവന്റെ കുടുംബം തകർന്നത് ഇവള് കാരണം. അതായത് സുധിയുടെ കുടുംബം തകർന്നു. പിന്നെ സുധി നിന്ന് ഏൽക്കുമായിരുന്നു. സുധി പിന്നെ കല്യാണം കഴിച്ച് കൂടെ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പം അതുപോലെ തന്നെ സുധിയുടെ 2nd വൈഫിന്റെ അവരും നല്ല രീതിയിൽ ജീവിച്ചു പോകായിരുന്നു. ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് ഇതെല്ലാം തകർന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടില്ല. ആ നാട്ടിലുള്ള നാട്ടുകാർക്ക്
ഈ രേണു സുധി ഇത്തരം കാര്യങ്ങളൊക്കെ ടി വിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിക്കുന്നത്, എൻ്റെ ഫസ്റ്റ് മാരേജ് ഒന്നും ഇതിൻ്റെ മുന്നേ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ആ നാട്ടുകാർക്കൊരു ക്ഷോഭം ഉണ്ടാകും. കാരണം അവർ കണ്ട കല്യാണമാണ്, ആ നാട്ടിൽ ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണ്, ഈ ബിനുവുമായിട്ട് ഒന്നിച്ച് ജീവിച്ച ആൾക്കാരാണ് ഈ രേണു സുധി. അത് പെന്തക്കോസ് രീതിയിലുള്ള ഒരു കല്യാണം മാത്രമായി പോയി, അതിന് നിയമപരമായിട്ട് രജിസ്റ്ററും സംവിധാനങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് നിയമപരമായി ഞാൻ ആദ്യമായിട്ട് കല്യാണം കഴിച്ചത് സുധിച്ചേട്ടനെയാണ് എന്ന് അവർ അത്ര അർത്ഥത്തിലും അത്ര ഉറക്കത്തിലും എല്ലാം പറയാനുള്ള ഒരു കാരണം. തീർച്ചയായിട്ടും രേണു സുധിനെ സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത് അസാധ്യമായ തൊലിക്കട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നെഗറ്റീവ് റോൾസുകളും അതുപോലെ റീൽസിലും അതുപോലെ തന്നെ ദാസേട്ടനുമായുള്ള റീൽസുകളും റോഡുമിൽ നിന്ന് കാട്ടിക്കുട്ടിയ കോപ്രായങ്ങളെല്ലാം നമ്മൾ കണ്ടു. പക്ഷേ അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. ഞങ്ങൾ അതിലാരും കൈകടത്താനോ അഭിപ്രായം വരാനോ വരുന്നില്ല. നിങ്ങൾ പറഞ്ഞ മാതിരി ഏതെങ്കിലും കുട്ടികൾക്കോ അല്ലെങ്കിൽ ഫാമിലികൾക്കോ അത് കാണണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി, അതിനെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ നിങ്ങൾ ചെയ്ത ചെറ്റത്തരങ്ങളെല്ലാം മലയാളി സമൂഹം അംഗീകരിക്കണമെന്ന് നിങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റുകയില്ല. ഞങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം ഞങ്ങൾ തീർച്ചയായും അക്കമിട്ട് പറയുക തന്നെ ചെയ്യും. അവിടെ കാണിച്ചു കൂട്ടിയ പേക്കൂത്തുകളിൽ പെരേരയ്ക്ക് വരെ മനസ്താപമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, തെറ്റുപറ്റിപ്പോയി, നിങ്ങളതൊന്ന് തിരുത്താൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ലായിരുന്നു. അതിന്റെ അർത്ഥം നിങ്ങൾ പറഞ്ഞിട്ടാണ് അത് ചെയ്തത് എന്നാണ്. നമുക്ക് ആ വാക്കുകൂടി ഒന്ന് കേൾക്കാം. ഇപ്പോൾ അനസ് കെ പെരേര പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അദ്ദേഹത്തിന്റെ സുഹൃത്തും പറയുന്നുണ്ട്, ഞങ്ങളെ ആരും അവിടുന്ന് അതിന് വിലക്കിയില്ല, ഇതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് പുറകിൽ നിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു എനർജി കൂടുതൽ കിട്ടി. അദ്ദേഹം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ഡാൻസ് 4-5 മിനിറ്റോളം അദ്ദേഹം അവിടെ നിന്ന് കളിച്ചു. താങ്കൾ അത് ആർത്തുല്ലസിച്ചു. ആ കുഞ്ഞു മോനെ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ചെയ്യില്ലായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും വരും ദിനങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നല്ലതാണ് എങ്കിലും മലയാളി സമൂഹം നിങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അതല്ല ഇത്തരത്തിലുള്ള പോക്കാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇരുന്ന വീഡിയോയ്ക്ക് താഴെ ഇനിയും ഇത്തരം കമൻറ്റുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് മാത്രം പറയുന്നു. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.